രാവിലെ 6 മണിയാണ് കേട്ടോ ഇത്. ഞാൻ പോകുന്നത് തളിപ്പറമ്പ് റോയൽ എൻഫീൽഡിൻ്റെ വക ഞങ്ങൾക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോവാണ്. ഈ മുതലിനെയും കാത്തിട്ടാറ്റാ മനുഷ്യനെയും നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ രണ്ടാളും കൂടി ചീറിപ്പാഞ്ഞ് എത്തിയത് എവിടെയാണെന്ന് അറിയാം. നമ്മളെ തളിപ്പറമ്പുള്ള മാസ് വീൽസിലാണ്, അഥവാ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നാണ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പയ്യന്നൂർ കവ്വായി ബീച്ചിലേക്കാണ് ഇന്നത്തെ ട്രിപ്പ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇപ്രാവശ്യം ആൾക്കാർ കുറച്ച് കുറവാണെങ്കിൽ പോലും ആ ഉള്ള ആൾക്കാരിൽ വെച്ച് വൈബായിട്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലിടക്ക് ക്യാമറാമാനോൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് എൻ്റെ കുറച്ച് സ്ലോ മോഷൻ വീഡിയോയിൽ ഞാൻ പിന്നെ കൈമിലാക്കീന്. അതിൽ ലാസ്റ്റ് നിൽക്കുന്നൊരു പോസ് ഉണ്ട്, അതെങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണേ. അങ്ങനെ ഞങ്ങൾ എത്തിയത് പയ്യന്നൂരാണ്. പയ്യന്നൂർ എന്തിനാ നിർത്തിയതെന്ന് വെച്ചാൽ ഞാൻ തിന്നണ്ടേ, രാവിലെ ഒന്നും തിന്നിട്ടില്ല. അങ്ങനെ ബിരിയാണി കിച്ചൻ്റെ മുന്നിലാണ് ഞങ്ങൾ എത്തിയത്. ബിരിയാണി കിച്ചണിലെ ഫുഡിനെ കുറിച്ച് പറയാം മക്കളെ വാക്കുകളിൽ, അത്രക്കും ടേസ്റ്റ് ചെയ്യുന്നു. അതിലിടക്ക് ക്യാമറമാനോൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് കഴിച്ചത് എന്താണെന്ന് അറിയുമോ, നല്ല ബ്രെഡും ബീഫ് ഈസ്റ്റും കൂടിയാണ്. സംഭവം പറയാൻ വാക്കുകളില്ല. അതിലെ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ കുളിച്ച് നിൽക്കുക. അതിൻ്റെ ഇത് ഗ്രേവി അടിപൊളിയാനും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി, പയ്യന്നൂരുള്ള കവ്വായി ബീച്ചിലേക്ക് എത്തി. ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിന്, പക്ഷേ ഇവിടെ ഒരു കായൽക്കരയാണ് കേട്ടോ. കായൽക്കരയിൽ വെച്ചിട്ടാണ് സൂപ്പറായിട്ടുള്ള സംഭവങ്ങളുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ബീച്ച് കാണുന്ന അക്കരെ പോകണം, അതിനുള്ള വണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. ആ വണ്ടിയിൽ കയറിയപ്പോൾ, നമ്മൾ ബോട്ടിൽ കയറിയപ്പോൾ ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് KSRTC ബസ് കയറി അതേ ഫീലാണ്. കണ്ടാലും അങ്ങനെ തന്നെ, കയറിയപ്പോഴുള്ള ഫീലിങ്ങും അങ്ങനെ തന്നെ. അങ്ങനെ ആ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. എവിടത്തേക്ക്, ബീച്ച് കാണാൻ വേണ്ടി പോക്കാം. അക്കരെ എത്തിയാലല്ലേ നമുക്ക് ബീച്ച് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ അതാ എന്ത് ഭംഗിയാന്ന് പറയാം കാണാൻ തന്നെ. അവിടെ എത്തി നമ്മളെവിടെ ഇറക്കി വണ്ടി അങ്ങ് പോയി നോക്കുമ്പോഴത്തേക്ക് മക്കളെ അവിടെ ഒന്നുള്ള ഈ കടൽ തീരം കാണാനത് ബീച്ച് എന്ന് പറഞ്ഞിട്ടും വന്നിന്. അപ്പോൾ അവിടെ നമ്മൾ രണ്ടാൾക്കാരെ പരിചയപ്പെട്ട്. അവർക്കെന്നാ പരിപാടി എന്നറിയാം, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതെറിയാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഇത് റോക്കറ്റല്ല കേട്ടോ, മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അവർ ചെയ്യുന്ന ഓരോ കോപ്രായം നോക്കിയിട്ട് ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് അതാ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും നമ്മൾ ബോട്ടും കാത്ത് നിന്നതാ വന്ന് മക്കളെ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എവിടെ എത്തി, തിരിച്ചിപ്പുറത്ത് എത്തിയപ്പോൾ അവിടുന്ന് എല്ലാവർക്കും മറ്റേ കയാക്കിന് പോകണം. നമ്മൾ പിന്നെ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പോയിന് കേട്ടോ. ഞാനൊഴികെ നമ്മളെ കൂടെ വന്ന എല്ലാവരും എൻജോയ് ചെയ്ത്, ഞാൻ മാത്രം പോയില്ല. അതല്ല ഓരോരുത്തരായിട്ട് പോകുന്ന കണ്ട നിങ്ങൾ. അതിലേറ്റവും ധീരനായ ഒരു യുവാവ് ഉണ്ടായിരുന്നതാ ഇദ്ദേഹമാണ്. അദ്ദേഹം ഒറ്റക്ക് ഞാൻ തുഴഞ്ഞു പോയിക്കോളാം, ബാഹുബലി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ആള് സൂപ്പറാണ് കേട്ടാ, നല്ല ധൈര്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ പോയപ്പോൾ നമ്മൾ ഒറ്റക്കായി, ഐ ആം എലോൺ. അപ്പം ഞാനെന്ത് ചെയ്ത് അതിലൂടെ നടന്ന് നമുക്ക് ഇന്നെ തിന്നാനൊന്നും കിട്ടിയ നമ്മുടെ സമയം പോവുമല്ലോ. അതിലിടക്ക് ഒരുത്തനുണ്ട് ഈ ബോട്ട് കൊണ്ടുള്ള സാഹസ പ്രകടനമെല്ലാം കാണിക്കുക. അതും കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ സമയം കാത്തിരുന്നപ്പോൾ അവർ റിട്ടേൺ വന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലേക്കാണ്. അവരെയും വെയിറ്റ് ചെയ്തിട്ടുള്ള ഇരുത്തമാണ് ഗൈസ് ഇത്.